ഇന്നത്തെ നമ്മുടെ വീഡിയോയിൽ പരിചയപ്പെടുത്താൻ പോകുന്ന ഈ ഒരു ടെസ്റ്ററാണ്. അപ്പോൾ ഇതിന് കുറച്ച് പ്രത്യേകതയും കാര്യങ്ങളൊക്കെ ഉണ്ട്. നമ്മളിത് മീഷോയിൽ നിന്നും 207 രൂപയ്ക്ക് വാങ്ങിയതാണ്. അപ്പോൾ കറണ്ട് ബില്ലൊക്കെ കൂടുതലായിട്ട് വരുന്നുണ്ട്. നിങ്ങൾക്ക് ഇതുപോലെ ടെസ്റ്ററിന് മേടിക്കുകയാണെങ്കിൽ എർത്ത് ലീക്കിംഗ് ഒക്കെ ഉണ്ടോ നമുക്ക് വളരെ പെട്ടെന്ന് തന്നെ കണ്ടുപിടിക്കാൻ സാധിക്കും. അതുപോലെ നമ്മുടെ ഇന്നത്തെ വീഡിയോയുടെ സൗണ്ടിന് ചെറിയ പ്രശ്നങ്ങളൊക്കെ, എനിക്ക് ചെറിയ രീതിയിൽ ജലദോഷം കാര്യങ്ങളൊക്കെ ആയതുകൊണ്ട് തൊണ്ടയ്ക്കൊക്കെ ഭയങ്കര ഇതാണ്. നമ്മളിൽ കൂടുതലും ആളുകൾ ഉപയോഗിക്കുന്ന ഇതുപോലുള്ള നോർമലായിട്ടുള്ള നിയോൺ ടെസ്റ്റർ ആയിരിക്കും. അപ്പോൾ ഈ ഒരു ടെസ്റ്റിനെ നമ്മളിന്ന് പുതിയതായിട്ട് വാങ്ങിയ ടെസ്റ്ററായിട്ട് കമ്പയർ ചെയ്യുമ്പോൾ ഒരുപാട് പ്രത്യേകതകളുണ്ട്. ഇതുപോലെ നിയോൺ ടെസ്റ്റർ നമുക്ക് ഡയറക്റ്റ് ആയിട്ട് ഫേസിൽ ടച്ച് ചെയ്തെങ്കിൽ മാത്രമാണ് വർക്ക് ചെയ്യുള്ളൂ. അതേസമയം ഈ ഒരു ടെസ്റ്റർ ആണെങ്കിൽ നേരിട്ട് ടച്ച് ചെയ്യണമെന്നില്ല. ഫേസ് ലൈൻ്റെ അടുത്തോടെ പോകുന്ന സമയത്ത് തന്നെ ഇൻഡിക്കേഷനും ബസർ സൗണ്ടും ഉണ്ടാവും. ഫേസ് ലൈൻ പോകുന്ന വയറിൻ്റെ പുറമേ കൊണ്ടുപോയാൽ മതി. അതുപോലെ കേബിളുകളുടെ ഉള്ളിൽ കൂടെ പോകുന്ന വയർ ഇടയ്ക്ക് എവിടെയെങ്കിലും വെച്ച് കട്ടായിട്ടുണ്ടെങ്കിൽ നമുക്ക് ഈ ഒരു ടെസ്റ്റ് ഉപയോഗിച്ച് സിമ്പിളായിട്ട് തന്നെ കണ്ടുപിടിക്കാൻ പറ്റും. അതൊക്കെ ഡീറ്റെയിൽ ആയിട്ട് കാണിച്ചു തരാം. അതുപോലെ എർത്ത് ലീക്കിംഗ് കാര്യങ്ങളെല്ലാം നമുക്ക് വെച്ചറിയാൻ പറ്റും. അപ്പോൾ അതിൻ്റെ എല്ലാം ഡീറ്റെയിൽ ആയിട്ടുള്ള വീഡിയോ ആണ് ഇന്ന് നമ്മൾ ചെയ്യുന്നത്. അതുപോലെ ഇങ്ങനെയുള്ള ടെസ്റ്റൊക്കെ ഇറങ്ങിയിട്ട് ഒരുപാട് നാളായി, ഞാനിതിപ്പോഴാണ് വാങ്ങുന്നതെന്നേ ഉള്ളൂ. അതുപോലെ ഇങ്ങനെയുള്ള പല മോഡലും മേടിക്കാൻ കിട്ടും. ഡിസ്പ്ലേ ഉള്ളതും ഇല്ലാത്തതൊക്കെ ആയിട്ടുള്ളതുകൊണ്ട് നമുക്ക് അത്യാവശ്യമുള്ള ഉപയോഗങ്ങൾക്ക് ഇത് തന്നെ മതിയാവും. ഡിസ്പ്ലേ ഉള്ള മോഡലാണെങ്കിൽ വോൾട്ടേജും കാണിക്കും അതിനകത്ത്. അതുപോലെ നമുക്കിത് കിട്ടുന്നത് 207 രൂപയ്ക്കാണ്. നല്ല രീതിയിലുള്ള ക്വാളിറ്റിയും കാര്യങ്ങളൊക്കെ ഉണ്ട്. അതുപോലെ എൻ്റെ നാടായ തൊടുപുഴയിൽ കടകളിലൊക്കെ ചോദിച്ച സമയത്ത് ഈ ഒരു ഐറ്റത്തിന് 306 രൂപയാണ് പറഞ്ഞത്. അതുപോലെ നമ്മൾ വാങ്ങിയ ഒരു ടെസ്റ്റിൽ ചെറിയ ടോർച്ച് പോലെ ലൈറ്റും കാര്യങ്ങളൊക്കെ ഉണ്ട്. സംഭവം മൊത്തത്തിൽ അടിപൊളി സാധനമാണ്. അപ്പോൾ നമുക്കൊന്ന് ഓപ്പൺ ചെയ്ത് ബാറ്ററി ആയിട്ടൊന്ന് വർക്ക് ചെയ്ത് നോക്കാം. അതിന് മുമ്പായിട്ട് ഞാനിത് വാങ്ങിയതിൻ്റെ ഡീറ്റെയിൽസും കൂടി ഒന്ന് കാണിക്കാം. ഞാനിത് മീഷോയിൽ നിന്നായിരുന്നു വാങ്ങിയത്. ഞാൻ വാങ്ങിയ സമയത്ത് 207 രൂപയാണ് ആയത്. അതുപോലെ തന്നെ ഞാൻ വാങ്ങിയ സെയിം ഐറ്റത്തിന് തന്നെ മേടിക്കാനുള്ള ലിങ്കും വീഡിയോയിലേക്ക് കൊടുത്തേക്കാം, ഡിസ്ക്രിപ്ഷനിൽ നോക്കിയാൽ മതി. അതുപോലെ ഞാനിപ്പോൾ ഇവിടെ നോക്കിയ സമയത്ത് 206 രൂപയായിട്ടാണ് ഇതിന് കാണിക്കുന്നത്. ഞാൻ വാങ്ങിയ സമയത്ത് 207 രൂപയായിരുന്നു. അതുപോലെ മീഷോയിൽ നിന്ന് ഇപ്പോൾ നമുക്ക് ഇങ്ങനെയുള്ള ഇലക്ട്രോണിക് സാധനങ്ങളൊക്കെ മേടിക്കുവാണെങ്കിൽ നമുക്കത് ഇഷ്ടപ്പെട്ടില്ലെങ്കിലോ അല്ലെങ്കിൽ എന്തെങ്കിലും കംപ്ലൈൻറ്റോ കാര്യങ്ങളുണ്ടെങ്കിൽ റിട്ടേണും ഉണ്ട്, റീപ്ലേസ്മെൻറ്റും ഉണ്ട്. അതുപോലെ നമ്മൾ മീഷോയിൽ നിന്ന് എന്ത് ഐറ്റം വാങ്ങുവാണെങ്കിലും നമ്മൾ ഓൺലൈനായിട്ട് അപ്പോൾ തന്നെ പൈസ പേ ചെയ്യുവാണെങ്കിൽ നല്ല രീതിയിൽ തന്നെയുള്ള ഡിസ്കൗണ്ട് കിട്ടും. വേറെ എക്സ്ട്രാ ആയിട്ട് ഡെലിവറി ചാർജ് അങ്ങനെയൊന്നും ആവില്ല. അതുപോലെ മറ്റൊരു പ്രധാന കാര്യം കൂടിയുണ്ട്. നമ്മുടെ വീഡിയോയിൽ കാണുന്ന ഒരുപാട് ആൾക്കാർ നമുക്ക് വാട്സപ്പിലായിരുന്നു മെസ്സേജ് അയച്ച് സംശയങ്ങളൊക്കെ ചോദിച്ചുകൊണ്ടിരുന്നത്. അത് നമ്മൾ വാട്സപ്പ് യൂസ് ചെയ്തുകൊണ്ടിരുന്ന ഫോണിൻ്റെ ടച്ച് കംപ്ലൈൻ്റ് ആയിരുന്നു. ടച്ച് കറക്റ്റായിട്ട് വർക്ക് ചെയ്യാത്തതുകൊണ്ട് നമുക്ക് ഒരുപാട് പേര് അയച്ച മെസ്സേജിനൊന്നും റിപ്ലൈ കൊടുക്കാൻ സാധിച്ചിരുന്നില്ല. അങ്ങനെ ഇപ്പോൾ നമ്മൾ വേറൊരു ഫോണിൽ ഇപ്പോൾ വാട്സപ്പെല്ലാം സെറ്റ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ പഴയ മെസ്സേജിനൊന്നും റിപ്ലൈ കിട്ടാതെ വീണ്ടും ഒന്നുകൂടി അയക്കുക. അതുപോലെ നമ്മളിന്ന് ഇവിടെ വാങ്ങിയ ഈ ഒരു ടെസ്റ്ററിന് 2 AAA ബാറ്ററി വേണം. അത് രണ്ടും നമുക്ക് ഈ ഒരു ടെസ്റ്ററിൻ്റെ കൂടെ കിട്ടും. അപ്പോൾ നമുക്ക് ആദ്യമേ ഈ ഒരു ബാറ്ററി ഓൺ ചെയ്ത് നോക്കാം. അപ്പോൾ ഈ ഒരു കവർ ഓപ്പൺ ചെയ്യാനായിട്ടാണെങ്കിൽ ഈ ഒരു ബ്ലാക്ക് ഓപ്പൺ ചെയ്തേക്കുന്ന അവിടെ നിന്ന് പയ്യെ പ്രസ് ചെയ്തിട്ട് ഈ മഞ്ഞ കവർ പുറകിലേക്ക് വലിച്ചാൽ മതി. ഇപ്പം ബാറ്ററി ഇടാൻ വേണ്ടിയിട്ട് നമുക്ക് ഈ ഒരു മഞ്ഞ കവർ നമുക്ക് ആദ്യം ഓപ്പൺ ചെയ്യണം. അപ്പോൾ ഈ രീതിയിൽ ചെയ്താൽ മതി. അപ്പോൾ ഈ രീതിയിൽ കൊടുത്തിട്ടുണ്ട്. ബാറ്ററി എങ്ങനെയാണ് ഇടേണ്ടതെന്നെല്ലാം കറക്റ്റായിട്ട് തന്നെ. അപ്പോൾ ഇതിൽ കാണിച്ചേക്കുന്ന അതേ രീതിയിൽ തന്നെ 2 ബാറ്ററിയും കറക്റ്റായിട്ട് ഇടുക. പിന്നെ നമ്മൾ ബാറ്ററി ഇടുന്ന സമയത്ത് തന്നെ ഓട്ടോമാറ്റിക്കായിട്ട് തന്നെ ഇത് ഓണായി വരും. അതുപോലെ ഇതിന് ഒരു ബട്ടനാണ് ആകെ ഉള്ളത്. അപ്പോൾ ഈ ഒരു ബട്ടണിൽ തന്നെയാണ് ഓണും ഓഫും അതുപോലെ ലൈറ്റും ഓണും ഓഫും എല്ലാം ചെയ്യാനുള്ളതെല്ലാം. അതുപോലെ ഈ ഒരു ടെസ്റ്റ് ഉപയോഗിച്ച് നോർമൽ ടെസ്റ്റിൻ്റെ പോലെ സ്ക്രൂ അഴിക്കാനോ മുറുക്കാനോ നോക്കരുത്. അതുപോലെ ഈ ഒരു മോഡലിൽ നമുക്ക് ഇതിനകത്ത് ചെറിയൊരു ഫ്ലാഷ് ലൈറ്റ് കൂടി തരുന്നുണ്ട്. വെട്ടമൊന്നുമില്ലാത്ത സ്ഥലത്താണ് നമ്മൾ വെച്ച് ടെസ്റ്റ് ചെയ്യുന്നതെങ്കിൽ നമുക്ക് ഈ ഒരു ഫ്ലാഷ് ലൈറ്റ് ഓൺ ചെയ്ത് നമുക്ക് ടെസ്റ്റ് ചെയ്യാൻ പറ്റും. അപ്പോൾ ഇതിൻ്റെ വർക്കിംഗ് രീതി ഒന്ന് കാണിച്ചു തരാം. അതിനായിട്ട് നമ്മൾ ലൈറ്റ് ഓഫ് ചെയ്യുക. ഈ ഒരു ടെസ്റ്റിൻ്റെ പവർ ബട്ടൺ ഒന്ന് പ്രസ് ചെയ്താൽ മതി. ഓൺ ചെയ്യുമ്പോൾ ബീപ്പ് സൗണ്ട് 2 തവണ കേൾക്കും. അതുപോലെ ഗ്രീൻ ഇൻഡിക്കേറ്ററാണ് തെളിഞ്ഞ് നിൽക്കുന്നത് എപ്പോഴും. പവർ ബട്ടണിൽ ഒന്നുകൂടി പ്രസ് ചെയ്യുവാണെങ്കിൽ ഇതിലുള്ള ഫ്ലാഷ് ലൈറ്റ് ഓൺ ആവും. ഓഫ് ചെയ്യാനും ആ ഒരു സ്വിച്ച് തന്നെ പ്രസ് ചെയ്താൽ മതി. അപ്പോൾ നമുക്ക് ഈ ഒരു ടെസ്റ്റ് ഉപയോഗിച്ച് ടെസ്റ്റ് ചെയ്ത് നോക്കാം. അപ്പോൾ നമ്മളിവിടെ ഈ ഒരു പവർ പ്ലഗിൻ്റെ ഈ സ്വിച്ച് നമ്മളിവിടെ നിലവിൽ ഓഫ് ചെയ്തിട്ടേക്കുവാണ്. അപ്പോൾ നമ്മളിവിടെ ഒന്നും ടച്ച് ചെയ്യുകയാണെങ്കിൽ ഒന്നും ഇൻഡിക്കേഷനൊന്നും കാണിക്കുന്നില്ല. ഇനി നമുക്ക് സ്വിച്ച് ഓൺ ചെയ്തിട്ട് ചെക്ക് ചെയ്ത് നോക്കാം. അപ്പോൾ കറക്റ്റായിട്ട് ഇപ്പോൾ ഇൻഡിക്കേഷൻ എല്ലാം കാണിക്കുന്നുണ്ട്. ഫേസ് ലൈനിൻ്റെ അടുത്ത് ചെല്ലുമ്പോഴാണ് ഈ ഒരു ടെസ്റ്റർ ഈ രീതിയിൽ വർക്ക് ചെയ്യുന്നത്. ഇതിൽ ഡിക്റ്റേറ്റ് ചെയ്യുന്നത് 90 വോൾട്ട് മുതൽ 1000 വോൾട്ട് വരെ. കറണ്ട് പാസ് ചെയ്യുന്ന ഇങ്ങനെയുള്ള കേബിളുകളുടെ നമ്മൾ പുറമെ ഇങ്ങനെ ടച്ച് ചെയ്താലും നമുക്ക് കറക്റ്റായിട്ട് അറിയാൻ സാധിക്കും കറണ്ട് കടന്നു പോകുന്നുണ്ടോ ഇല്ലയോ എന്നൊക്കെ. അതുപോലെ വയർ കട്ടായിട്ടുണ്ടെങ്കിൽ നമുക്ക് ഈ ഒരു ടെസ്റ്റർ ഉപയോഗിച്ച് തന്നെ നമുക്ക് സിമ്പിളായിട്ട് തന്നെ കണ്ടുപിടിക്കാം. നോർമൽ ടെസ്റ്ററിൻ്റെ പോലെ നമുക്ക് നേരെ സോക്കറ്റിലേക്ക് കുത്തേണ്ട ആവശ്യമില്ല. ഫേസിൻ്റെ അടുത്ത് കൊണ്ടുപോകുമ്പോൾ തന്നെ ഒരു ബസറിൻ്റെ സൗണ്ടും അതുപോലെ റെഡ് ഇൻഡിക്കേറ്റർ ഇങ്ങനെ ഫ്ലാഷ് ചെയ്യും. ന്യൂട്രലിലും എർത്തിലും പ്രത്യേകിച്ച് വേറെ ഇൻഡിക്കേഷനോ കാര്യങ്ങളൊന്നും കാണിക്കില്ല. എർത്ത് നല്ല രീതിയിൽ ലീക്ക് ആവുന്നുണ്ടെങ്കിൽ, അതായത് ഫേസ് എർത്തിലൂടെ ലീക്ക് ആവുന്നുണ്ടെങ്കിൽ മാത്രമാണ് എർത്തിൽ ടച്ച് ചെയ്യുന്ന സമയത്ത് ടെസ്റ്റിൽ ഇൻഡിക്കേഷൻ കാണിക്കുകയുള്ളൂ. അപ്പോൾ എൻ്റെ വീട്ടിൽ എർത്തും കാര്യങ്ങളെല്ലാം ഓക്കെയാണ്. അതുപോലെ ചിലരൊക്കെ വീടുകളിൽ ഫ്രിഡ്ജിൽ തുടങ്ങുന്ന സമയത്ത് ഷോക്ക് അടിക്കാറുണ്ട്. അപ്പോൾ അങ്ങനെ ഷോക്ക് അടിക്കാനുള്ള കാരണം എർത്ത് കറക്റ്റ് ഇല്ലാത്തതുകൊണ്ടാണ്. അപ്പോൾ നമ്മുടെ വീട്ടിലൂടെ എർത്തെല്ലാം കറക്റ്റ് ആയതുകൊണ്ട് ഈ ഒരു സ്വിച്ചിൻ്റെ അവിടെയും അതുപോലെ ഈ ഒരു കേബിളിൽ മാത്രമാണ് ഇൻഡിക്കേഷൻ കാണിക്കുന്നുള്ളൂ. ഫ്രിഡ്ജിൻ്റെ ബാക്കിൽ ഈ ഒരു കോപ്പർ ഗ്രില്ലിലോ അതുപോലെ തന്നെ ഈ ഒരു അലുമിനിയം ബോഡിയിലൊന്നും ഇൻഡിക്കേഷനൊന്നും കാണിക്കുന്നില്ല. അതുപോലെ നമുക്ക് ഈ ഒരു ടെസ്റ്റ് ഉപയോഗിച്ച് ഇനി എങ്ങനെയാണ് ഇങ്ങനെ നീളത്തിലുള്ള കേബിളിൻ്റെയൊക്കെ കണ്ടിന്യൂറ്റി ചെക്ക് ചെയ്യണേ നോക്കാം. അതിനായിട്ട് നീളത്തിലുള്ള കേബിൾ നമ്മൾ ആദ്യമേ കറണ്ടിൽ പ്ലഗ് ചെയ്യുക. അത് കഴിഞ്ഞ് ടെസ്റ്റ് ഓൺ ചെയ്ത് കേബിളിനെ പുറമേ ഇങ്ങനെ ചേർത്ത് കൊണ്ടുപോയാൽ മതി. അപ്പോൾ നമുക്ക് ഫേസും ന്യൂട്രും ഇങ്ങനെ ചെക്ക് ചെയ്യാൻ സാധിക്കും. അതെങ്ങനെയാണെന്ന് പറഞ്ഞു തരാം. ഫേസ് മാത്രമാണ് നമുക്ക് ഇതിനകത്ത് ഇൻഡിക്കേഷൻ കാണിക്കുകയുള്ളൂ. അപ്പോൾ ഇങ്ങനെ കൊണ്ടുപോകുന്ന സമയത്ത് ഇടയ്ക്ക് എവിടെയെങ്കിലും വെച്ച് ഈ ഒരു ലൈറ്റ് കട്ടായി പോകുന്നുണ്ടെങ്കിൽ അവിടെ വെച്ച് ആ ഒരു കേബിൾ ബ്രേക്ക് ആയി പോയിട്ടുണ്ടെന്നാണ് അതിനർത്ഥം.
ഇനി നമുക്ക് ന്യൂട്രൽ വയറിൻ്റെ കണ്ടിന്യൂറ്റി ആണ് ഇങ്ങനെ അറിയേണ്ടെങ്കിൽ നമ്മൾ കറണ്ടിൽ കുത്തിയാൽ ഒരു കേബിൾ നേരെ തിരിച്ച് കുത്തുക. അപ്പം നമുക്ക് അങ്ങനെ രണ്ട് വയറും എവിടെയെങ്കിലും വെച്ച് ബ്രേക്ക് ആയിട്ടുണ്ടെന്ന് കണ്ടുപിടിക്കാൻ സാധിക്കും. എർത്തിൻ്റെ ഈ രീതിയിൽ ചെയ്യാതിരിക്കുന്നതായിരിക്കും നല്ലത്. എർത്ത് വയർ എവിടെയെങ്കിലും വെച്ച് ബ്രേക്ക് ആയിട്ടുണ്ടെന്ന് അറിയാൻ നിങ്ങൾ മൾട്ടിമീറ്റർ എന്തെങ്കിലും ഉപയോഗിച്ച് അതിനകത്ത് കണ്ടിന്യൂറ്റി മോഡ് ഉപയോഗിക്കുക. അതുപോലെ നമ്മൾ ഈ ഒരു ടെസ്റ്റ് ഉപയോഗിച്ച് അടുത്തൊരു പരീക്ഷണം കൂടി ചെയ്ത് നോക്കിയിരുന്നു. അത് വേറെ ഒന്നല്ല, ബൈക്ക് എഞ്ചിൻ ഓൺ ആക്കിയിട്ട് നമ്മൾ അതിൻ്റെ അടുത്ത് കൊണ്ടുവന്ന സമയത്ത്, അതായത് സ്പാർക്ക് പ്ലഗിൻ്റെ അടുത്ത് കൊണ്ടുവന്ന സമയത്ത് ഇതിനകത്ത് ഇൻഡിക്കേഷൻ നല്ല രീതിയിൽ കാണിക്കുന്നുണ്ട്. കാരണം സ്പാർക്ക് പ്ലഗിൻ്റെ അവിടെ ഹൈ വോൾട്ടാണ് വരുന്നത്. വണ്ടി ഓൺ ആകുന്നില്ലെങ്കിൽ ഈ രീതിയിൽ ചെക്ക് ചെയ്ത് നോക്കാം. സ്പാർക്ക് പ്ലഗിൻ്റെ അടുത്ത് കൊണ്ടുപോയി കാറിലും ഇതേ രീതിയിൽ തന്നെ ചെക്ക് ചെയ്ത് നോക്കാം. അതുപോലെ നമ്മൾ ഇതിന് അടുത്തായിട്ട് നോക്കാൻ പോകുന്നത് നമ്മുടെ എർത്തിലൂടെ ഫേസ് ലീക്ക് ആകുന്നുണ്ടോ നോക്കുവാണ്. അപ്പോൾ ഇത് ചെക്ക് ചെയ്യാനായിട്ട് നമ്മൾ നമ്മുടെ വീടിൻ്റെ അടുത്തുള്ള വീട്ടിലാണ് വന്നേക്കുന്നത്. അപ്പോൾ ഈ ഒരു ഫ്യൂസിൻ്റെ അടുത്ത് ചെല്ലുമ്പോഴും അതുപോലെ മീറ്റിൻ്റെ അവിടെ എല്ലാം കറക്റ്റായിട്ട് ഇൻഡിക്കേഷൻ കാണിക്കുന്നുണ്ട്. അപ്പോൾ നമ്മുടെ വീടുകളിൽ ഉപയോഗിക്കുന്ന ഏതെങ്കിലും ഉപകരണത്തിലൂടെ ഫേസ് ലൈൻ ലീക്കായി എർത്തിലൂടെ പോകുന്നുണ്ടോ എന്ന് നമുക്ക് ഈ ഒരു ടെസ്റ്റ് ഉപയോഗിച്ച് നോക്കാം. അപ്പോൾ എർത്ത് കമ്പിയിലൂടെ നമ്മളിങ്ങനെ ചെക്ക് ചെയ്ത് നോക്കുന്ന സമയത്ത് വീട്ടിലെ എല്ലാ ഉപകരണങ്ങളും ഓൺ ആയിരിക്കണം. അതായത് ഫാന്, അതുപോലെ വെള്ളം അടിക്കുന്ന മോട്ടർ കാര്യങ്ങളൊക്കെ ഓൺ ചെയ്തിട്ട് നോക്കുക. ഫ്രിഡ്ജ് കാര്യങ്ങളൊക്കെ ലൈറ്റിൻ്റെ ഒന്നും ഓൺ ചെയ്തില്ലെങ്കിലും കുഴപ്പമില്ല. ആദ്യമേ 3 പിന്നോട് കൂടി വരുന്ന ഉപകരണങ്ങളെല്ലാം ഓൺ ചെയ്ത് നോക്കിയിട്ട് നോക്കുക. എർത്ത് കമ്പിയിൽ ഇൻഡിക്കേഷൻ കാണിക്കുന്നുണ്ടെങ്കിൽ എർത്തിലൂടെ നല്ല രീതിയിൽ തന്നെ ഫേസ് ലീക്ക് ആകുന്നുണ്ടെന്നാണ് അർത്ഥം. ചിലപ്പോൾ ഒരു പക്ഷേ അങ്ങനെയൊക്കെ ആയിരിക്കും നിങ്ങൾക്ക് കൂടുതൽ കറണ്ട് ബില്ല് വരാൻ കാരണം എന്ന് കരുതി എല്ലാ എർത്ത് ലീക്കും ഇതിലൂടെ കണ്ടുപിടിക്കാൻ പറ്റുമെന്ന് നല്ലതായിട്ട് പറയും. ഒരു പരിധി വരെ നമുക്ക് ഈ രീതിയിൽ അറിയാൻ സാധിക്കും. അപ്പോൾ ഇങ്ങനെ എർത്ത് കമ്പിയിൽ ഇങ്ങനെ ലീക്കിങ് കാണിക്കുന്നുണ്ടെങ്കിൽ നമ്മൾ പ്ലഗിൽ കണക്ട് ചെയ്തേക്കുന്ന ഓരോ ഉപകരണങ്ങളും ഡിസ്കണക്ട് ചെയ്തിട്ട് ഒന്ന് ചെക്ക് ചെയ്ത് നോക്കുക. അപ്പോൾ അങ്ങനെ ഏത് ഉപകരണം ഡിസ്കണക്ട് ചെയ്യുമ്പോഴാണ് ഇൻഡിക്കേഷൻ നിൽക്കുന്നത് നോക്കിയിട്ട് ആ ഒരു ഉപകരണം വേണ്ടത്ര രീതിയിൽ കറക്റ്റായിട്ട് ചെക്ക് ചെയ്ത് നോക്കുക. അതുപോലെ സീലിംഗ് ഫാനും ഓൺ ചെയ്തിട്ട് വേണം നോക്കാൻ. സീലിംഗ് ഫാനൊക്കെ പിടിപ്പിച്ചിരുന്ന ഹുക്കിലെ ആ റബ്ബർ ബുഷൊക്കെ കംപ്ലൈൻറ്റ് ആണെങ്കിലും ഈ രീതിയിൽ പണി കിട്ടാൻ ചാൻസ് ഉണ്ട്. അതുപോലെ വീടുകളിലെ എല്ലാ ഉപകരണങ്ങളും ഒരുമിച്ച് ഓൺ ചെയ്ത് എർത്തിലേക്ക് നോക്കാതെ ഓരോന്നോരോന്നായിട്ട് ഓണാക്കി എർത്തിലേക്ക് ഉണ്ടോ നോക്കുക കറക്റ്റായിട്ട്. അതുപോലെ നമ്മൾ കഴിഞ്ഞ ദിവസം ചെറിയ ഷോർട്ട് വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നു, ചെറിയ RC കാറിൻ്റെ ബോർഡിൻ്റെ. അപ്പോൾ അതിൻ്റെ ഗിയർ മോട്ടറും കാര്യങ്ങളൊക്കെ കടയിൽ വില കൂടുതലായതുകൊണ്ട് നമ്മൾ ഓൺലൈനായിട്ടാണ് മേടിക്കുന്നത്. അപ്പോൾ അത് വരുന്നതനുസരിച്ച് നമ്മൾ അതിൻ്റെ ഡീറ്റെയിൽ ആയിട്ട് വീഡിയോ ചെയ്യും. അപ്പോൾ നമുക്കിനി പുതിയൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം.